സിനിമയിലെ വയലൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് ഈ വയലൻസ് കാരണത്താൽ സമൂഹം അതമ്പതിക്കും. ഇതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് ചില സിനിമ കാണുമ്പോൾ അയ്യോ ഉറക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അയ്യോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ചിലപ്പോൾ മരവിപ്പാണ്. പക്ഷേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം. അത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്തും അക്രമങ്ങളുണ്ടായിട്ട് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നിട്ടുള്ളത് ഈ സിനിമയുടെ കാലഘട്ടത്തിലല്ല. അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു മൃഗമുണ്ട്, ഒരാക്രമിയുണ്ട്, എന്തൊക്കെയോ അസ്വസ്ഥതകൾ. ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് വന്ന് നമുക്കറിയില്ല, എവിടെ പോകണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നാളത്തെ എന്ത് സംഭവിക്കും എന്നുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയപ്പാടിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു മൃഗത്തെ നമ്മൾ ഉണർത്തിയിട്ട് നമ്മൾ സംതൃപ്തി അടിയുന്ന ഒരവസ്ഥ നമ്മൾക്കുള്ളിലുണ്ട്. അപ്പോൾ അത്തരം ഒരു മൃഗത്തെ സംതൃപ്തിപ്പെടുത്താൻ ചിലപ്പോൾ സിനിമകൾ സഹായിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. നിങ്ങൾക്ക് അഭിപ്രായം എന്ന് പറയണം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഓഫീസിൽ നമ്മുടെ ബോസ് നമ്മളെ ഉപദ്രവിച്ചെന്നിരിക്കാം. അപ്പോൾ നമുക്ക് നിസ്സഹായാവസ്ഥയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും, നമുക്ക് ആകെ അമർഷമാണ്. അപ്പോൾ അന്ന് വൈകിട്ട് ഒരു സിനിമ കണ്ടപ്പോൾ അതിൽ നായകൻ ഇതുപോലത്തെ ഒരു ബോസിനെ അടിച്ച് ചപ്പാത്തിയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിൽ അയാളുടെ ഫോട്ടോ എടുത്ത് അതിൽ കുത്തി വരച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി കിട്ടുന്നു അല്ലേ, സാധാരണ ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു അക്രമവാസം, നമ്മുടെ ഉള്ളിലെ അക്രമവാസം, ഇതൊരു കഥാർസിസ് എന്നാണ്. കഥാർസിസ് അതായത് നമ്മൾ ഇങ്ങനെ ഉള്ളിലുള്ള അക്രമവാസനകളെ ഇതരെ ഈ നിരുപദ്രവകരമായ രീതിയിൽ നമ്മൾ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ട്. അപ്പോൾ അതിന് ഈ സിനിമകൾ സഹായകമാകുന്നത് കൊണ്ടല്ലേ ആധുനിക കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ കുറവ്. പലരും പറഞ്ഞു പഴയ കാലം നല്ലതാണ്. അത് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയാമല്ലോ, ഇവിടെ മാടമ്പിമാർ, പിന്നെ എന്താണ് സതി, അല്ലെങ്കിൽ രണ്ട് ചേകവന്മാർ തമ്മിൽ പരസ്പരം വെട്ടി മരിക്കുക, പിന്നെ അറിവ് നേടിയ ഈയം ഉരുക്കി ഒഴിക്കണം, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാൻ പാടില്ല, മേലാളന്മാർ വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെയും നാട്ടുരാജകങ്ങളും യുദ്ധങ്ങളും. അതിനിപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ ലോകമഹായുദ്ധത്തെ എടുത്തു കഴിഞ്ഞാൽ അന്നൊക്കെ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ കുരിശു യുദ്ധം, അതുപോലെ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള പേർഷ്യൻ ആയിട്ടുള്ള യുദ്ധങ്ങൾ, ഇതിലൊക്കെ മനുഷ്യന്മാർ പരസ്പരം വെട്ടിപ്പരിക്കുക, ചോര എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആളുകൾക്ക് ആയുസ്സും കുറവായിരുന്നു, മരിക്കാൻ വേണ്ടി ജനിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലേ, ക്ഷത്രിയന്മാരൊക്കെ അല്ലെങ്കിൽ രജപുത്രരൊക്കെ അല്ലെങ്കിൽ ചേകവന്മാരൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് മനുഷ്യരുടെ അക്രമവാസനകളെ ഒരു തരം ഡ്യൂപ്ലിക്കേറ്റായിട്ട് തൃപ്തിപ്പെടുത്താൻ സിനിമകൾ ഒരു പരിധി വരെ സഹായിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് അക്രമം കുറയുന്നത്. അത് നമ്മുടെ അസ്വസ്ഥമായ മനസ്സ്, ആ മനസ്സിൻ്റെ ആ മൃഗീയത്വത്തെ ഒരു തൃപ്തിപ്പെടുത്താൻ, രമിക്കാൻ, മനസ്സിനിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ അടക്കാൻ സിനിമകൾ സഹായകമാകുന്നില്ല. എന്നാൽ ചില സിനിമകൾ, ഞാൻ ആ സിനിമ കണ്ടപ്പോൾ പാർക്കോ പോലത്തെ സിനിമയിലൊക്കെ കുട്ടീനെ കൊല്ലണം അല്ലെങ്കിൽ പ്രസവിപ്പിക്കുന്ന സ്ത്രീനെ ചവിട്ടി, ഇതൊക്കെ മരവിപ്പുണ്ടാക്കും. അതായത് എന്തിനും ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ സിനിമയിൽ എന്തിനു വേണ്ടി ഇത് കാണിക്കണം? ഒന്നെങ്കിൽ അക്രമങ്ങൾ കാണിച്ചുകൊണ്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അക്രമവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാവാം. രണ്ട് രീതിയിൽ സമൂഹത്തിനെ വളർത്താനും തളർത്താനും പറ്റും. അപ്പോൾ അവിടെയാണ് സെൻസർ ബോർഡ് ഇടപെടേണ്ടത്. സെൻസർ ബോർഡിൽ ഇതിന് മനസ്സിലാക്കാൻ പറ്റിയ ആളുകൾ ഇരുത്തിയില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമകൾ മതിയോ ഒരു വലിയ വിപ്ലവം തന്നെ ഉണ്ടാക്കൽ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ദൃശ്യമാധ്യമത്തിൽ നമ്മളിപ്പോൾ അക്രമം കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതായത് മനുഷ്യൻ്റെ ഉള്ളിലെ മൃഗത്തിനെ അടക്കി നിർത്തുന്നതിൽ ഇത്തരം അക്രമങ്ങൾ ഒരു പരിധി വരെ സഹായിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്രമത്തെ കാണിച്ചുകൊണ്ട്, ഒരു ദുഷ്യവശങ്ങളെ കാണിച്ചുകൊണ്ടുള്ള രീതിയിലായാൽ ആരോഗ്യപ്രദം. അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്നുള്ള പേരിൽ പലരും കഞ്ചാവ് അടിച്ചിട്ടും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ളിൽ മൃഗമുണർന്ന ആളുകളാണ് കഥകൾ എഴുതുന്നത്. എന്നിട്ട് അവർ സിനിമയിൽ അവർക്ക് പരിധികളൊക്കെ ലംഘിച്ചുകൊണ്ട് അവരുടെ ആ ക്രിയാത്മകത, ഈ പറഞ്ഞ ക്രൂരതയിൽ അവർ കാണിക്കുമ്പോൾ അതിങ്ങനെ പരിധി വിട്ട് പോകുമ്പോൾ മനുഷ്യനുള്ളിൽ മരവിപ്പ് വരും, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇതൊക്കെ സാധാരണമാണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് പരുവപ്പെട്ടാൽ അത് അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് വളരെ വിവേകത്തോട് കൂടിയിട്ട് ഈ കാര്യത്തിന് സമീപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല, അതായത് നോക്കുമ്പോൾ വലിയ വിഷയങ്ങൾ. പക്ഷേ ചില സിനിമകൾ ഇതുപോലെ അതിരുകൾ ലംഘിക്കണം കാണുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഉണർത്തണം എന്ന് എനിക്ക് തോന്നി. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം. അതായത് സിനിമകളുടെ അക്രമത്തിന് ഒരു പോസിറ്റീവ് സൈഡ് ഇല്ലേ? ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞത്, മുൻകാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ, സിനിമ വ്യാപകമാവാത്ത കാലത്താണ് ഏറ്റവും കൂടുതൽ അക്രമം നടന്നിട്ടുള്ളത് എന്നതിൽ ചൂണ്ടിക്കാണിച്ച് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത് അതിര് വിടുമ്പോൾ മനുഷ്യൻ്റെ മരവിപ്പിലേക്ക് നീങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു പക്ഷേ, അക്രമങ്ങൾ നടന്ന നാടുകളില്ല, അടിക്കടി അക്രമങ്ങൾ നടന്ന നാടുകൾ, പിന്നെ യുദ്ധം അവസാനിച്ചാലും. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ ഉദാഹരണത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത് ഒരുമിച്ച് നിന്നിട്ടാണ്. പക്ഷേ ബ്രിട്ടീഷുകാരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിപ്ലവ വീര്യം
പോകാത്തതുകൊണ്ട് നമ്മൾ പരസ്പരം അടിച്ചു അല്ലേ, അങ്ങനെ പാകിസ്ഥാനും ഇന്ത്യ ഉണ്ടായത് എന്ന് പറഞ്ഞതുപോലെ ഇതൊരു സ്വഭാവമായി മാറിക്കഴിഞ്ഞാൽ, സിനിമകൾ മനുഷ്യൻ്റെ ഉള്ളിലെ അക്രമവാസനയെ സ്വഭാവമാക്കി മാറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി അത് വളരെ അപകടകരമായ രീതിയിലേക്ക് മനുഷ്യരെ മാറ്റും എന്നുള്ള സത്യവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴ്ചർക്ക്. നമുക്ക് ചർച്ച ചെയ്ത് മനുഷ്യൻ്റെ മനസ്സിനെ നമ്മളെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിലെ കരുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് സമാധാനപൂർണ്ണമായ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ചർച്ചയിലൂടെ പറ്റും. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ ചർച്ചകളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും എന്നെ കേട്ടതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.